സാറേ, ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സ്റ്റേഡിയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കലൂർ സ്റ്റേഡിയം. ഒന്നാമത്തെ കോലാഹലം, മെസ്സി വരുന്നു വരുന്നില്ല, കുറെ കാലമായിട്ട് മലയാളിയായിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഗവൺമെൻറ് പറഞ്ഞു, നമ്മുടെ മന്ത്രി അബ്ദുറഹിമാൻ പറഞ്ഞു, വന്നു വരുന്നില്ല എന്ന് പറഞ്ഞ ആശയക്കുഴപ്പം, പിന്നെ അത് നീങ്ങി, ഇതാ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ഒടുവിൽ അതിനിടയിൽ നമ്മൾ തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. നേരത്തെ ഒരു അർജന്റീനിയൻ പത്രം ഈ നവംബറിൽ ഈ കൊല്ലം ഈ ടീമിന്, മെസ്സിയുടെ ടീമിന്, അർജന്റീനിയൻ ടീമിന് ഇന്ത്യൻ പ്രോഗ്രാം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വന്നിരുന്നു. അതിനിടയിൽ വന്നൊരു കക്ഷി, അതിൽ ഏറ്റവും വലിയ വില്ലനായിട്ട് വന്നിരിക്കുന്നത് ഈ ആൻഡോ അഗസ്റ്റിനാണ്. അതിലെ സ്പോൺസർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റിപ്പോർട്ടർ മുതലാളി, അദ്ദേഹമാണ് ഇതിൻ്റെ സ്പോൺസറാണ് എല്ലാം എന്ന് പറഞ്ഞു അബ്ദുറഹിമാൻ ഒഴിഞ്ഞു. ഇനി ഞാൻ ബന്ധപ്പെട്ടു, അവർ വരുന്നില്ല എന്ന് പറയുന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം. ഏതായാലും ഇപ്പോൾ ഒടുവിലുണ്ടായ വിവാദം എന്താണെന്ന് വെച്ചാൽ, ഇതിനു വേണ്ടി ഈ മെസ്സി വരുന്നതിന് വേണ്ടിയിട്ട് കലൂർ സ്റ്റേഡിയം നവീകരിക്കാൻ വേണ്ടി വലിയ ഫണ്ട് ഇറക്കി. GCD ഒക്കെ മുൻകൈ എടുത്ത് വലിയ ഫണ്ട് ഇറക്കി. അത് ഏതടിസ്ഥാനത്തിലാണ് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തത്, ആർക്കാണ് കൊടുത്തത്, ആരാണ് പണി ചെയ്യുന്നത്, ഇതിന് യാതൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയും ഇല്ല എന്നുള്ള ആരോപണം വലിയ തോതിൽ വന്നു. ഒടുവിൽ വന്ന ഒരു ചോദ്യം ഇന്നലെ ഹൈബി ഈഡൻ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഇതുവരെ ആരും ഉന്നയിക്കാത്തൊരു ഇഷ്യൂ പറഞ്ഞു. ആരാണ് ആൻഡോ അഗസ്റ്റിന് കാശ് കൊടുക്കുന്നത്? ആൻഡോ അഗസ്റ്റിന് അല്ലല്ലോ കാശ് ഇറക്കുന്നത്. ആൻഡോ അഗസ്റ്റിൻ സ്വന്തം കാശ് കൊണ്ട് ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ച കൂട്ടത്തിൽ പറഞ്ഞു, ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് കാശ് ഇറക്കുന്നത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. അതൊരു ബ്ലേഡ് കമ്പനി മുതലാളിയാണ്, അല്ലെങ്കിൽ ഒരു ചിട്ടി കമ്പനി മുതലാളിയാണ് ഇത് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ കേരളം മുഴുവൻ ചോദിച്ചൊരു ചോദ്യം, കൗതുകം നിറഞ്ഞ ചോദ്യം എൻ്റെ ഉള്ളിൽ വന്നു ആ സമയത്ത്. ആ ചോദ്യം ഇതാണ്, ആരാണ് ആ ചിട്ടി കമ്പനി മുതലാളി? വല്ല സൂചനയുണ്ടോ സർ? അത് ഗോകുലം ഗോപാലനാണ്. ഓ, അദ്ദേഹത്തിന് അത് എന്താന്ന് വെച്ചാൽ, ഈ ആൻഡോ അഗസ്റ്റിൻ ഉണ്ടല്ലോ, മരമുറി ആൻഡോ അഗസ്റ്റിൻ ബ്രദേഴ്സ് എന്നൊക്കെ പറയും. ഇവർക്ക് സത്യത്തിൽ ഒരു ലിസ്റ്റഡ് കമ്പനി പോലും ഇല്ലാത്ത കൂട്ടരാണ് ഇവര്. സാധാരണഗതിയിൽ ഒരു മര്യാദയ്ക്കൊരു കമ്പനിയൊക്കെ കയ്യിൽ വേണ്ടേ? അങ്ങനെയൊന്നും ഇവർക്കില്ല. ആകെയുള്ളത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞ ഈ സംഗതിയാണ്. ഇതിനു മുമ്പ് തട്ടിപ്പായിരുന്നല്ലോ, മാംഗോ, ആപ്പിളിനെ വെട്ടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 5000 മുതൽ 34,000 വരെയുള്ള ഫോണ് ഇത് നിലത്ത് വീണാൽ പൊട്ടില്ല, ഇതിന്റെ ബാറ്ററി ഒരിക്കലും നശിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് ഒക്കെ വന്ന് അന്ന് ഈ ക്രിമിനലിന്റെ കൂടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ നിന്ന് ഓർക്കുന്നില്ലേ? ബാങ്ക് ഓഫ് ബറോഡയും വേറെ ബാങ്കുകളെയൊക്കെ പറ്റിച്ച് 11 കോടി 3 കോടി തട്ടിച്ചതും കേസും 2 തവണ ആൻഡോ അറസ്റ്റിലായും 1 തവണ ED അറസ്റ്റ് ചെയ്തു അല്ലേ? അങ്ങനെ കുപ്രസിദ്ധനായ ഒരാളാണ്. അയാളുടെ മരംവെട്ട് കേസ് വന്നത്. മരംവെട്ട്. എന്നിട്ട് അയാളുടെ കൂടെയാണ് ഈ മന്ത്രി അബ്ദുറഹിമാനും ഒക്കെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എമറാജ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഇയാൾ ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കോർപ്പറേറ്റ് അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്യുമല്ലോ, രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇവരെ ചെയ്തിട്ട് ഇവർക്കുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് എമറാജ് എന്റർപ്രൈസസ് ആണ്. ഈ എമറാജ് എന്റർപ്രൈസസിൽ നമ്മൾ അതിന്റെ ഡയറക്ടർമാരെ നോക്കുകയാണെങ്കിൽ, ഇത് നോക്കിയിട്ടാണല്ലോ നമ്മുടെ ഹൈബി ഈഡൻ പത്രസമ്മേളനം നടത്തുന്നത്. ഹൈബി ഈഡൻ പത്രസമ്മേളനം നടത്തിയതിന്റെ പശ്ചാത്തലം കൂടി അറിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ എമറാജ് എന്റർപ്രൈസസില് ഡയറക്ടർമാരൊക്കെ എന്ന് നോക്കിയാൽ ഞാൻ കണ്ടതാ ഇത് ആരൊക്കെയാണ് ഡയറക്ടർമാർ എന്നുള്ളത്. അത് ഗോകുലം ഗോപാലന്റെ മകള് അതിലൊരു ഡയറക്ടറാണ്, ലിജിഷ ഗോപാലൻ. ലിജിഷ ഗോപാലൻ അഡീഷണൽ ഡയറക്ടറാണ് ഈ എമറാജ് എന്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഈ മരമുറി അഗസ്റ്റിൻ്റെ കമ്പനിയിൽ. ലിജിഷ ഗോപാലൻ അഡീഷണൽ ഡയറക്ടർ ആകേണ്ട കാര്യം എന്ത്? അവര് വലിയ പുള്ളികളല്ലേ. അപ്പോൾ അഡീഷണൽ ഡയറക്ടർ, ഡേറ്റ് ഓഫ് അപ്പോയിൻമെന്റ്, അവർ അഡീഷണൽ ഡയറക്ടർ ആകുന്നത് എമറാജ് എന്റർപ്രൈസസിൽ 2024 ജനുവരി 5-ാം തീയതി. അപ്പോൾ കഴിഞ്ഞ കൊല്ലം മുതൽ ഗോകുലം ഗോപാലിന് ഈ മരമുറി മുതലാളിമാരുമായിട്ട് ബന്ധം വന്നിട്ടുണ്ട്. അതിൽ വേറെ ഡയറക്ടർമാരുടെ കൂട്ടത്തിൽ ഒരു പ്രതീഷ് കുമാർ ഉണ്ട്, പിന്നെ ടെസ്സി മെൽബി ജോസ് എന്ന് പറഞ്ഞ് 2 പേരുണ്ട്. ഇതിലൊരാൾ ഒരു മരമുറി മുതലാളിയുടെ ഭാര്യ, മറ്റേത് അടുത്ത ബന്ധു, ഈ ടെസ്സി മെൽബി ജോസും. ഇത്രയും പേരാണ് അതിൻ്റെ അകത്ത് ഡയറക്ടർമാരാണ്. ഈ മെറാജ് എന്റർപ്രൈസസിൽ ഡയറക്ടർമാരാണ്. അപ്പോൾ എമരാജിൻ്റെതായിട്ട് ഇതിൽ ഈ സർപ്രൈസിങ് ആയിട്ട് കാണുന്നത്, അത്ഭുതം എന്ന് പറയാവുന്നത്, ഈ എമറാജ് എന്റർപ്രൈസസിന് എന്തൊക്കെ ഉണ്ട് എന്ന് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ്
വകുപ്പിന്റെ മുമ്പില്. ഓ, അത് നിർമ്മല സീതാരാമന്റെ കീഴിലല്ലേ ധനമന്ത്രാലയത്തിന്റെ. അപ്പോൾ അതിൽ കാണുന്നത് തിരുവനന്തപുരത്തെ ഗോകുലം ഗ്രാൻഡ് ഹോട്ടൽ, അത് എമറാജ് എന്റർപ്രൈസസിൻ്റെതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഓ, അത് ഗോകുലം ഗ്രൂപ്പിൽപ്പെട്ടതാണല്ലോ. അതെങ്ങനെ എമറാജ് എന്റർപ്രൈസസിൽ വരുന്നു? കൊച്ചി ഹോളിഡേ ഇന്നില്ലേ മറ്റേ ബൈപ്പാസിലെ, അത് ഈ എമറാജ് എന്റർപ്രൈസസിൻ്റെതാണ് എന്ന് ഈ എമറാജ് എന്റർപ്രൈസസിന്റെ വെബ്സൈറ്റിൽ കാണാം. ഈ രണ്ട് ഗോകുലം എമറാജ് എന്റർപ്രൈസസിൽ എന്ന്. വളരെ മുമ്പ് ശോഭാ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്തിയപ്പോൾ, ഈ മരമുറി മുതലാളി ശോഭാ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്തിരുന്നപ്പോൾ ശോഭാ സുരേന്ദ്രൻ നടത്തിയൊരു പത്രസമ്മേളനത്തിൽ ഗോകുലവും എമറാജ് എന്റർപ്രൈസസുമായിട്ടുള്ള എന്താ ബന്ധം, നിങ്ങളത് അന്വേഷിക്കുക എന്ന് മാധ്യമപ്രവർത്തകരോട് അന്ന് പറഞ്ഞിരുന്നു. അന്ന് മാപ്രകൾ ഇത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഹൈബിയും കൂടി ഇത് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതിൽ അബ്ദുറഹിമാന് ഉള്ളത് കായിക താല്പര്യമല്ല, കച്ചവട താല്പര്യമാണെന്ന് ഹൈബി ഈഡൻ പറഞ്ഞു. അതൊരു മുള്ള വാചകമല്ലേ? ആണ്. ഇത് 70 കോടി രൂപ ഈ സ്റ്റേഡിയം നവീകരണത്തിന് മുടക്കി എന്ന് പറയുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിൽ ആര് മുടക്കി, എന്തടിസ്ഥാനത്തിൽ മുടക്കി, എങ്ങനെ റിട്ടേൺ കിട്ടും? ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കരാറ് ഒപ്പിട്ടപ്പോൾ, അതായത് ചന്ദ്രൻപിള്ള GCDയുടെ ചെയർമാൻ പറയുന്നത് ഞങ്ങൾക്ക് ആൻഡോയുമായിട്ട് അല്ല ബന്ധം, റിപ്പോർട്ടറുമായിട്ടല്ല ബന്ധം, സ്പോർട്സ് സംവിധാനമായിട്ടാണ് ബന്ധം. സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് SKF, അതുമായിട്ടാണ് ഞങ്ങളുടെ കരാർ. സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടാണ് മരമുറി മുതലാളിയുടെ കരാർ. അങ്ങനെയാണ്, മനസ്സിലായില്ലേ? സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായിട്ടുള്ള കരാറ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം സ്പോർട്സ് കേരള ഫൗണ്ടേഷനും മരമുറി മുതലാളിയായിട്ടുള്ള കരാറിൽ മെസ്സിയുടെ കളി കഴിഞ്ഞ ശേഷവും ഇത് ഈ തുടരും. ആൻഡോ അഗസ്റ്റിന്റെ കയ്യിൽ ഈ സ്റ്റേഡിയം തുടരും എന്ന് പറഞ്ഞിട്ടൊരു വ്യവസ്ഥയുണ്ട്. നവംബറിന് ശേഷവും തുടരും എന്ന്. അപ്പൊ സ്റ്റേഡിയം വെച്ചിട്ട് വേറെയും സംഭവങ്ങൾ നടത്താം. പിന്നെ ഈ എന്തൊരു ഫുട്ബോൾ ടീമോ മറ്റോ ഒക്കെ ഈ ഗോകുലത്തിനില്ലേ? അതുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോ എനിക്ക് തോന്നുന്നു അവർക്ക് ഈ സ്പോർട്സ് ഇൻഡസ്ട്രിയിൽ വലിയ തോതിൽ ഭാവിയിലേക്ക് കണ്ണുവെച്ചുകൊണ്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഈ നടക്കുന്നതല്ലേ? അത് തന്നെ ആകണമെന്നില്ലല്ലോ. സംഗീത നിശ, ഗാനമേള എല്ലാം റഹ്മാനെ കൊണ്ടിരുന്നു പറഞ്ഞിട്ട് തട്ടിപ്പ് നടന്നിട്ടില്ലേ? കോഴിക്കോട് ഹരിഹരന്റെ സംഗീത നിശ എന്ന് പറഞ്ഞിട്ട് ഹരിഹരൻ വരാതെ, ഹരിഹരനെ അറിയാതെ ആളുകൾ ടിക്കറ്റ് എടുത്തിട്ടില്ലേ? അല്ല, കൾച്ചറൽ ഇൻഡസ്ട്രി ഭയങ്കരമാണ്, സ്പോർട്സ് ഇൻഡസ്ട്രിയേക്കാൾ ഭീകരമാണ്. പക്ഷേ ഒരു ചോദ്യമുള്ള, ഇതുകൊണ്ടിപ്പോൾ ഫലത്തിൽ കലൂർ സ്റ്റേഡിയം നാട്ടുകാരുടെ ഉടമസ്ഥതയിൽ നിന്ന് 1-2 കുത്തക മുതലാളിമാരുടെ കയ്യിലേക്ക് പോകും എന്നാണോ? നമ്മൾ ഇത് മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ, ചന്ദ്രൻപിള്ളയൊക്കെ എനിക്ക് അറിയാവുന്നതാണ്, സുതാര്യത ഉണ്ടെങ്കിൽ ആ കരാറുകൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചൂടെ? അതായത് സ്പോർട്സ് കേരള ഫൗണ്ടേഷനും മരമുറി മുതലാളിയായിട്ടുള്ള കരാറ്, GCDAയും ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനും തമ്മിലുള്ള കരാറ്, ഇത് നമുക്കെന്താ കണ്ടാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അതെ. അപ്പോൾ SKFനും മേൽനോട്ടം. അപ്പോൾ GCDAയുടെ എൻജിനീയറിംഗ് വിഭാഗമുണ്ട്, പ്ലാനിംഗ് വിഭാഗമുണ്ട്. ഇവരൊന്നുമല്ല സ്റ്റേഡിയത്തിൻ്റെ മേൽനോട്ടം നടത്തുന്നത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ SKF ഗവൺമെന്റ് സർക്കാരിൻ്റെ ഒന്നുമല്ല, അതും പ്രൈവറ്റ് ആണ്. അപ്പോൾ കേരള ഫുട്ബോൾ ഫെഡറേഷനും ഒന്നുമല്ലല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ടെൻഡർ ഇല്ലാതെയാണ് ഇവിടെ റിപ്പയർ നടക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ചുറ്റുമതിലിന് വേണ്ടിയിട്ടാണ് മരം മുറിച്ചത് എന്ന് ചന്ദ്രൻപിള്ള പറയുന്നുണ്ട്. അത് മറ്റവർക്ക് ആവശ്യമുള്ള മരമാണോ എന്ന് നമുക്കറിയില്ല, മരക്കച്ചവടക്കാരല്ലേ. അപ്പോൾ ഇതിൻ്റെ പണം എവിടുന്ന്? 139 കോടി രൂപ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തു എന്നല്ലേ പറയുന്നത്. അത് ശരിയാണോ? 139 രൂപ ആദ്യമേ അടയ്ക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ അടച്ചു, ഇത് നഷ്ടം വന്നാൽ ഞാൻ സഹിച്ചോളാം എന്നാണ് ഈ മരമുറി മുതലാളി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. അയാളെപ്പോലൊരാള് ഇത്രയും പൈസ ഇറക്കുമോ? ഈ നഷ്ടം
ഇത് എൻ്റെ കയ്യിൽ കരാറുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ സാധനം കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നും കാണിക്കില്ല, ഇത് കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണമെന്ന് അർജന്റീന ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ് അയാൾ പറയുന്നത് അല്ലേ. അതൊക്കെ തന്നെ മുഴുവൻ തട്ടിപ്പാ. അപ്പോൾ ഈ 139 കോടി രൂപ കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് റിസർവ് ബാങ്കിന്റെ ശാഖയുണ്ട് കല്ലൂര്, അവിടെ കൊണ്ടുപോയി ഒരു വിവരാവകാശ ഇത് കൊടുത്താൽ മതി, അപേക്ഷ അവര് വഴിയല്ലേ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൊടുത്തിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അഴകുഴമ്പം വർത്താനം. മെസ്സി വന്നോ, മെസ്സിക്ക് നല്ലത്, ലീഗ് ആൾ അനുഭവിക്കുന്നൊക്കെയാണ്. അതെ, ഒരു വിലയില്ല. അപ്പോ ഈ എമറാജ് എന്റർപ്രൈസസ് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് ഫുഡ് ഇൻഡസ്ട്രി, ഭക്ഷ്യവ്യവസായം, ഹോട്ടൽ, ഹോസ്പിറ്റാലിറ്റി, വിദേശ റിയൽ എസ്റ്റേറ്റ്, വിദേശ രാജ്യങ്ങളിൽ ഇതൊക്കെ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ചാനൽ ഒഴികെ ഇയാൾക്ക് വേറൊരു ബ്രാൻഡ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. ഈ മരംമുറി, പിന്നെ മരംമുറിയാണല്ലോ ഉള്ളത്. പിന്നെ ഇയാൾക്ക് ആകെയുള്ള ബന്ധം നമ്മളിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഗോകുലം ഗോപാലനുമാണ്. കാരണം ഗോകുലം ഗോപാലൻ്റെ മകള് ലിജിഷ ഗോപാലൻ ഇതിൻ്റെ അകത്ത് എമറാജ് എന്റർപ്രൈസസിൽ അഡീഷണൽ ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ആകെ കൊനസ്റ്റ് അപ്പോൾ അതുകൊണ്ട് കുറെ കള്ളപ്പണം ഇതിൻ്റെ അകത്ത് വെളുപ്പിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന്. കാരണം ഈ കുറെ റെയ്ഡ് ഗോകുലം സ്ഥാപനങ്ങളിൽ നടന്നിരുന്നല്ലോ. എമ്പുരാൻ്റെത് തട്ടിപ്പാണെന്ന് മനസ്സിലായപ്പോൾ. കാരണം എമ്പുരാൻ 5 ദിവസം കൊണ്ട് 100 കോടിയിലോ പിന്നെ 200 കോടിയിലോ ആളുകൾ കാണാതെ തന്നെയൊക്കെ അല്ലേ. ഇത് പെട്ടെന്ന് ഇങ്ങനെ കോടി ക്ലബുകളിലേക്ക് കയറുന്നു എന്ന് വന്നപ്പോഴൊക്കെയാണ് റെയ്ഡ് നടന്നത്. അതിൻ്റെ അകത്ത് ഈ കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ കള്ളപ്പണം വെളുക്കുകയാണല്ലോ, ഇത്രയും ചെലവായി. അങ്ങനെ ചെന്നൈയിലും ഒക്കെ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിലൊക്കെ റെയ്ഡ് കിടന്നൊക്കെ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മരംമുറി മുതലാളിക്ക് വേണ്ടി മരംമുറി മുതലാളി ഗോകുലം ഗോപാലന്റെ ബെനാമി ആയിട്ടാണോ പ്രവർത്തിക്കുന്നത്? ഈ സംശയമാണ് ഹൈബി ഈഡൻ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ആ ഒരു അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും വ്യക്തത ഇപ്പോൾ പ്രേക്ഷകർക്ക് വന്നു കാണും. കാരണം ആളുകളുടെ മനസ്സിൽ ഇതിൻ്റെ ഒന്നും ഈ അടിയൊഴുക്കുകളും അന്തർരേഖകളും ഒന്നും പോയി പരതിയെടുക്കാനുള്ള ശേഷി സാധാരണക്കാർക്ക് ഉണ്ടാവില്ലല്ലോ. സാധാരണക്കാരോട് നമ്മൾ ഇത്രയും പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ ഒരു അന്തർധാര വളരെ ശക്തമാണ്. മരംമുറി മുതലാളിയായ ഈ റിപ്പോർട്ടർ ടിവിയുടെ മുതലാളിമാരും അതുപോലെ അബ്ദുറഹ്മാൻ ഒന്നും കാണാതെ അല്ല പ്രവർത്തിച്ചത്. അബ്ദുറഹ്മാൻ ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത ഒരാളല്ല. അബ്ദുറഹ്മാൻ ബേസിക്കലി കച്ചവടക്കാരനാണ്, ഇന്റർനാഷണൽ ബിസിനസ്സുകാരനാണ്. ആ ബിസിനസ്സിൽ നിന്നുണ്ടാക്കിയ കാശ് കൊണ്ടുവന്നാണ് ഇവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് തരപ്പെടുത്താനും അവിടെ ജയിക്കാനും MLA ആകാനും പിന്നെ മന്ത്രിയാവാനും ഒക്കെ അവസരം ഉണ്ടായത്. ഇതൊന്നും മനസ്സിലാവാത്ത ഒരാളല്ല. ഒരുപക്ഷെ രാഷ്ട്രീയത്തെക്കാൾ കച്ചവടം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അബ്ദുറഹ്മാൻ. അതുകൊണ്ട് ഇതെല്ലാവരും കൂടി ചേർന്ന് നടക്കുന്ന ജനങ്ങളുടെ കറക്ക് കമ്പനിയോ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നടക്കുന്ന ഒരു അധോലോക കച്ചവടമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടാവാം. ഹൈബി ഈഡൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഇത്രയും ക്ലാരിറ്റിയിലേക്ക് നമുക്ക് എത്താൻ അവസരമുണ്ടാക്കി. ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് വെള്ളി വെളിച്ചത്തിൽ തന്നെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.